ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ സാർ. മക്കളെ വീണ്ടും സ്വാഗതം. ഓക്കെടാ, നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത്. കാരണം പരീക്ഷയ്ക്കാണെങ്കിൽ 5 മാർക്കിന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താ ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രം ഡ്രോ ചെയ്യുക. ഓക്കെ, എങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. ഡ്രോ ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രം ഓഫ് എ ഡോട്ട് ബി പ്ലസ് എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ്. ഓക്കെ, then plus b കോംപ്ലിമെന്റ് പ്ലസ് എക്സ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ്. ഇതെങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം? ഓക്കെ, ഇതിന് ആദ്യം അറിയേണ്ടത് മക്കളെ ഏതാണ് അറിയേണ്ടത്? നമുക്ക് ഡോട്ട് ആണെങ്കിൽ ആദ്യം അറിയേണ്ട കാര്യം, ഡോട്ട് ആണെങ്കിൽ അവിടെ ആൻഡ് ആണെന്ന് അറിയാം. ഡോട്ട് ആണെങ്കിൽ അവിടെ ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ദെൻ പ്ലസ് ആണെങ്കിൽ അവിടെ ഓർ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ കോംപ്ലിമെന്റ് ആണെങ്കിൽ അവിടെ നോട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം അറിയേണ്ട ഐഡിയ അതാണ് കേട്ടോ. അപ്പോൾ ആൻഡ് ആകുമ്പോൾ സിമ്പിൾ എന്തായിരിക്കും? ആൻഡ് ആകുമ്പോൾ സിമ്പിൾ താണ്ടി ഇതായിരിക്കും അല്ലേ? ഓക്കെ, ഓർ ആകുമ്പോൾ എന്തായിരിക്കും? ഓർ ആകുമ്പോൾ ഇതായിരിക്കും. ഓക്കെ, ദെൻ നോട്ട് ആകുമ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, ഇതാണ് അവിടെ സ്ഥിതി എന്ന് പറഞ്ഞോ. അപ്പോൾ ആൻഡ് ആകുമ്പോൾ ഇത്, ദെൻ ഓർ ആകുമ്പോൾ ഇത്, നോട്ട് ആകുമ്പോൾ ഈ സിമ്പിൾ. അപ്പോൾ ആ സിമ്പിൾ ആദ്യം എന്താണ്? അതാണ് ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. അതാണ് ആദ്യം പഠിക്കേണ്ടത്, വേറെ ഒന്നുമല്ല. ആദ്യം പഠിക്കേണ്ടതാണ് ആൻഡിൻ്റെയും ഓറിൻ്റെയും നോട്ടിൻ്റെയും ലോജിക്കൽ ഡയഗ്രംസ് പഠിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ ഒരു ലോങ് സീക്വൻസിലുള്ള നമുക്ക് ഈ വലിയൊരു എക്സ്പ്രഷൻ്റെ ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം എ ഡോട്ട് ബി പ്ലസ്. നമുക്ക് ആദ്യം നമുക്ക് എ ഡോട്ട് ബി നോക്കാം. എ ഡോട്ട് ആണെങ്കിൽ ഏത് ഗേറ്റ് ആയിരിക്കും? ഡോട്ട് ആണെങ്കിൽ ആൻഡ് ആണെന്നും, പ്ലസ് ആണെങ്കിൽ ഓർ ആണെന്നും, ദെൻ കോംപ്ലിമെന്റ് ആണെങ്കിൽ നോട്ട് ആണെന്നും സാർ പഠിപ്പിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഡോട്ട് ആണെങ്കിൽ ആൻഡ് ആയിരിക്കും അല്ലേ? അപ്പം എ ഓക്കെ ഇൻപുട്ട് കൊടുത്തു, ബിയും ഇൻപുട്ട് കൊടുത്തു. ഡോട്ട് ആണെങ്കിൽ ആൻഡ് ഗേറ്റ്. ക്ലിയർ? അപ്പോൾ എ ഡോട്ട് ബി കിട്ടി. നെക്സ്റ്റ് അടുത്ത് നോക്കാം. എന്താണ് അടുത്ത? പ്ലസ് ഒക്കെ. ഈ ഒരു പ്ലസ്, ഈ കാര്യങ്ങളൊക്കെ വിട്ടേക്കട്ടോ. ഇതൊക്കെ നടുക്കുള്ള പ്ലസ് ഒക്കെ വിട്ടേക്കാം. നമുക്ക് ആ എക്സ്പ്രഷൻ നോക്കാം. ദെൻ എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ് നോക്കാം. എക്സ് കോംപ്ലിമെന്റ് എക്സ് കൊടുത്തു, ദെൻ വൈ കൊടുത്തു. ഓക്കെ, എന്താണ് സാർ എന്തെടുത്തു? സാറാണെങ്കിൽ എക്സ് കൊടുത്തു, ദെൻ വൈ കൊടുത്തു. അപ്പോൾ എക്സും വൈയും സാധാ വേരിയബിൾ അല്ല, എക്സും വൈയും കോംപ്ലിമെന്റ് ആണ് അല്ലയോ? അപ്പോൾ എക്സിനെ എക്സ് കോംപ്ലിമെന്റ് ആക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമുക്ക് നോട്ട് ഉപയോഗിക്കാം. എക്സ് കോംപ്ലിമെന്റ് ആവും. ഓക്കെ, വൈനെ വൈ കോംപ്ലിമെന്റ് ആക്കാൻ ഉപയോഗിക്കുന്നതാണോ? വൈ കോംപ്ലിമെന്റ് അല്ലേ? ഓക്കെ, വൈ കോംപ്ലിമെന്റ്. അപ്പം നമ്മൾ എക്സ് കോംപ്ലിമെന്റും എക്സിനെ എക്സ് കോംപ്ലിമെന്റ് ആക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും നോട്ട് ഗേറ്റ്. ദെൻ വൈനെ വൈ കോംപ്ലിമെന്റ് ആക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും വൈനെ എങ്ങോട്ട് കണക്ട് ചെയ്യുക? നോട്ട് ഗേറ്റിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വൈ കോംപ്ലിമെന്റ് ആയിക്കോളൂ കേട്ടോ. ക്ലിയർ അല്ലയോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഡോട്ട് ബി കിട്ടി. ഈ പറഞ്ഞ എക്സ് കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ് കിട്ടിയില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ നടുക്കിടക്കുന്ന ഓപ്പറേറ്റർ എന്നാണ് ഡോട്ട് അല്ലയോ? ഡോട്ട് ആകുമ്പോൾ ഏത് ഗേറ്റ് ആയിരിക്കും? ആൻഡ് ഗേറ്റ്. ഡോട്ട് ആകുമ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ട് പഠിപ്പിക്കാം. ഓക്കെ, ഡോട്ട് ആകുമ്പോൾ ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ് കിട്ടിയല്ലോ. കിട്ടി, കുഴപ്പമില്ല അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. പ്ലസ് ബി കോംപ്ലിമെന്റ്. മക്കളെ ബി ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു കണക്ഷൻ ഇങ്ങോട്ട് എടുത്തോ. അപ്പം ബിനെ ബി കോംപ്ലിമെന്റ് ഉപയോഗിക്കുക എന്തുവാണ്? നമുക്ക് നോട്ട് ഉപയോഗിക്കുക. ബി കോംപ്ലിമെന്റ് കിട്ടി അല്ലേ? അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇങ്ങോട്ട് കൊടുത്തോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഇസഡ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ്. മക്കളെ എന്താണ് ഈ ഇസഡ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചായിരുന്നു നാൻഡ് ഗേറ്റിൽ. നാൻഡ് ഗേറ്റ് സാറ് പഠിപ്പിച്ചില്ലേ? നാൻഡ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാൻഡ് ഗേറ്റിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻ എന്തുവാടാ? എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പോൾ എന്താണോ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ഈ നോട്ട് ഗേറ്റ് വെച്ച് ഇൻവെർട്ട് ചെയ്യുന്നതാണ് എന്ത്? നാൻഡ് ഗേറ്റ്. അപ്പോൾ എക്സ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് എന്താണ്? അത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്തുവാടാ? നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എക്സഡും വൈയും ഇൻപുട്ട് കൊടുത്തെങ്കിൽ നാൻഡ് ഗേറ്റ് ആകുമ്പോൾ അതാണ് ഇങ്ങനെ ആൻഡ് ഗേറ്റ് വരയ്ക്കുക. അതിൻ്റെ അറ്റത്ത് നിന്നോട് ഒരു സർക്കിൾ കൊടുക്കുക. അപ്പോൾ എന്താവും? അത് ഇസഡ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് ആട്ടോ. ഇസഡ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് ആവും. മക്കളെ ഈ ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ ഇന്ന് കൃത്യം 7 മണിക്ക് കേട്ടോ. എല്ലാവരും ഓർക്കുക, ഇന്ന് കൃത്യം 7 മണിക്ക് സാർ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൃത്യം എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. ഈ ലൈവിൽ നിന്നാണ് ഇന്നത്തെ ലൈവിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിച്ച് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലൈവിൽ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങും ഡേറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്രയാണ്. അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. മക്കളെ സെറ്റായിട്ട് നമുക്ക് പഠിക്കുക. എല്ലാവരും മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ലൈവിൻ്റെ ലിങ്ക് ഇവിടെ കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ലൈവിൽ നിങ്ങൾ എത്തിക്കുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ കൊടുക്കുക. അപ്പോൾ ഇന്ന് കൃത്യം 7 മണിക്ക് വൈകുന്നേരം
വൈകുന്നേരം 7 മണിക്ക് CS-ന്റെ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലൈവ് ഉണ്ട്. എല്ലാവരും മക്കളെ എത്തണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയാൻ വയ്യാത്തിരുന്നിടാ അപ്പോൾ വരിക, നമുക്ക് സെറ്റായിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് വരുമല്ലോ, വരണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കടാ? ഔട്ട്പുട്ട് നാടിങ്ങനെ. ഓക്കെ, നാടിങ്ങനെ ഇത് ഔട്ട്പുട്ട് വരില്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നമുക്ക് ഔട്ട്പുട്ട് അവിടെ ഈ പറഞ്ഞ ലോങ് എക്സ്പ്രഷൻ ഇവിടെ എഴുതാൻ പറ്റും. നമുക്ക് ഈ ലോങ് എക്സ്പ്രഷൻ എടുത്ത് ഇവിടെ റൈറ്റ് ചെയ്യാം. ഒരു സ്ഥലമില്ല, അതുകൊണ്ട് എന്താണ് അവിടെ എഴുതിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുത്ത് നമുക്ക് തീപ്പൊരി പറിക്കാം. ബൈ, സീ യു.